കൊച്ചു കുഞ്ഞുങ്ങളോട് പോലും നിങ്ങൾ നുണ പറഞ്ഞേക്കല്ലേ എന്ന് അല്ലാഹുവിന്റെ ഹബീബ്. വൈലുൽ ലഹു വൈലുൽ ലഹു വൈലുൽ ലഹു 3 തവണയാണ് നബി തങ്ങൾ പറഞ്ഞത്. നാശമാണ് അവർക്ക്, നാശമാണ് അവർക്ക്, നാശമാണ്. ആർക്ക്? മൻ കദബൽ കിദ്ബത ലിയദ്ഹകൽ ഖൗമ, കൂടെ ഇരിക്കുന്ന ആളുകളെ ചിരിക്കാൻ വേണ്ടി നുണ പറഞ്ഞ് തമാശ പറയുന്നവർ, അവർക്ക് നാശം, അവർക്ക് നാശം, അവർക്ക് നാശം. 65 വയസ്സുള്ള അമ്മ ഭർത്താവായ നബി തങ്ങളെ കാത്തു വീടിന്റെ വാതിലിൽ നിന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നു, സലാം പറഞ്ഞു, അകത്ത് കയറി ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. ഭക്ഷണം എടുക്കട്ടെ നബിയെ. ഖദീജ ഉമ്മ ഭക്ഷണം കൊണ്ടുവന്ന് നബി തങ്ങളുടെ മുമ്പിൽ വെച്ചു കൊടുത്തിട്ട് കാത്തിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഴിക്കാൻ തുടങ്ങി. ഖദീജ ബീവി ചോദിച്ചു, നബിയെ എനിക്കൂടെ ഒന്ന് വാരി തരുമോ? 65 വയസ്സിലെ കഥയാണ് ഞാൻ പറയുന്നേ, കല്യാണം കഴിച്ചതിന്റെ ആ അന്നത്തെ കാര്യമല്ല ഞാൻ പറഞ്ഞേ. ഖദീജ ബീവി ചോദിച്ചു, എനിക്ക് വാരി തരുമോ നബിയെ? പിന്നെന്താ ഖദീജ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖദീജ ബീവിക്ക് ഭക്ഷണം വാരി കൊടുത്തു. ഞാനും വാരി തരട്ടെ നബിയെ? ഇതാ പെങ്ങളെ, അല്ലാതെ ഒരു ഐസ്ക്രീം വെച്ചിട്ട് 2 സ്പൂൺ ഇട്ട് പരസ്പരം നക്കുന്നതിലല്ല സ്നേഹം. അത് അഭിനയം, അത് അഭിനയം, അത് നാട്ടുകാര് കാണാൻ. 65 വയസ്സുള്ള ഖദീജ ബീവി റളിയല്ലാഹു തആല ചോദിച്ചു, ഞാൻ വാരി തരട്ടെ നബി? നീ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാരി കൊടുത്താലുണ്ടോ? നിങ്ങൾ കൊടുത്തിട്ടുണ്ടോ? ഭർത്താവിന് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുത്തിട്ടുള്ള, ഭാര്യയ്ക്ക് വാരി കൊടുത്തിട്ടുള്ള ഭർത്താക്കന്മാരെന്ന് കൈവക്കിക്കെ. കണ്ടിട്ട് മരിക്കാനുള്ള കൊതി കൊണ്ടാണ്. ഒന്ന് കൈവക്കിക്കെ. ഭർത്താവിന് ഒരിക്കലെങ്കിലും ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള ഭാര്യമാര് സുബ്ഹാനല്ലാഹ് ഈമാന്തിരുമാറാകട്ടെ. മക്കള് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാതെ കരയുന്നവരാണ്. വിശന്നിട്ട് ഉറങ്ങാത്ത മക്കളും നിന്റെ കുടുംബത്തിലുണ്ടല്ലോ. എന്നിട്ടും എന്തേ മറ്റുള്ളവരെ നീ സഹായിച്ചു തെറ്റാണെന്ന് പറയുന്നില്ല? അതൊക്കെ നന്മയാ. എന്നാ നിന്റെ കുടുംബത്തിൽ എത്ര ദിവസം പൊട്ടിക്കരഞ്ഞ മക്കളുണ്ട്. ആ പ്രിയപ്പെട്ട കുരുന്ന മക്കളെ എന്തേ നീ മറന്നുപോയത്? അതുകൊണ്ടാണ് പടച്ച തമ്പുരാൻ നിന്റെ ദുആയ സ്വീകരിക്കാത്തത്. അതുകൊണ്ട് ഇന്ന് നിനക്കുള്ളതിന്റെ ഒരു ഭാഗം ആ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടി കൊടുക്കുക. ഒരു സ്വഭാവമുണ്ട്, അതാര് ചെന്നാലും കെട്ടിപ്പിടിക്കുമോ, ആര് ചെന്നാലും കെട്ടിപ്പിടിക്കുമോ. അത് സാധാരണ ഒരു കെട്ടിപ്പിടുത്തമല്ല. വെള്ളിയാഴ്ച രാവിലെ ഷഹീദിനെ പോലെ മരിച്ച മനുഷ്യനാകട്ടെ, അവനെയും കബറ് കെട്ടിപ്പിടിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. ആ കബറിന്റെ ഞെരുക്കത്തിൽ നിന്ന് ലോകത്ത് ആരെങ്കിലും രക്ഷപ്പെടുമായിരുന്നെങ്കിൽ അല്ലാഹുവേ, നബി തങ്ങൾ പറഞ്ഞല്ലോ, സഅദ് ഇബ്നു മുആദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ രക്ഷപ്പെടുമായിരുന്നു. ആ ചെറുപ്പക്കാരൻ മരിച്ചപ്പോഴാ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങിയത്. ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പുണ്ടല്ലോ, അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയത്. അവനൊരു സ്വഭാവമുണ്ട്, 70,000 ചങ്ങല എടുത്തുകൊണ്ട് വരികയാ. 70,000 ചങ്ങല എടുത്തുകൊണ്ടുവന്ന നരകത്തെ അങ്ങ് കെട്ടുമടാ പൊന്നുമോനെ. പെങ്ങളെ, ചങ്ങല കണ്ടിട്ടുണ്ടല്ലോ, കുളത്തുകൾ ചേർത്ത് വെച്ചല്ലേ ചങ്ങല ഉണ്ടാക്കുന്നത്. ആ ചങ്ങലയിലെ കുളത്തിന്റെ വലുപ്പം നിനക്കറിയോ? അല്ലാഹുവിന്റെ നരകം വലിച്ചു കൊണ്ടുവരുന്ന ചങ്ങലയിലെ കുളത്തിന്റെ വലുപ്പം ഈ കാണുന്ന ദുനിയാവിനെക്കാളും വലുതാ. അങ്ങനെയുള്ള ചങ്ങലകൾ കൊണ്ട് കെട്ടിയ 70,000 ചങ്ങല കൊണ്ട് നരകത്തെ കെട്ടുകയാണ്. ഒരു ചങ്ങലയിൽ 70,000 മലക്കുകള് കരഞ്ഞു വിളിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ നരകം കൊണ്ടുവരുമ്പോ കാണും ചെറുപ്പക്കാരാ, കാണും പെങ്ങള്. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്.